സർവത്ര വ്യാജന്മാർ വാഴും കോൺഗ്രസ് പാർട്ടി. വ്യാജ ID കാർഡ് ഉപയോഗിച്ചാണ് യൂത്തന്മാർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്ന് അവർക്ക് തന്നെ സമ്മതിക്കാൻ വലിയ പാടുള്ള കാര്യമാണ്. അല്ലെങ്കിലും തെറ്റ് ചെയ്തതിനു ശേഷം അത് മറയ്ക്കാൻ വേണ്ടി പല ചെപ്പടി വിദ്യകളും അവർ പയറ്റി നോക്കിയിരുന്നു. എന്നാൽ അവസാനം കള്ളി വെളിച്ചത്താകുകയും ചെയ്തു. ഇതൊന്നും പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി പല കോപ്രായങ്ങളും ഈ യൂത്തന്മാർ നടത്തി നോക്കിയിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടതുമില്ല. അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും കണ്ടെത്തി പോലീസ് ചോദ്യം ചെയ്യുകയും ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിൽ ആപ്പ് ഉണ്ടാക്കിയ വ്യക്തി ഉൾപ്പെടെ 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിന്റെ എല്ലാം മുഖ്യ സൂത്രധാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുള്ളതും പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. പിന്നെയും ഇവർ ആരുടെ കണ്ണിൽ പൊടി വാരിയിടാനാണ് ശ്രമിക്കുന്നത്? ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിനും വിട്ടു നൽകിയിരിക്കുകയാണ്. DIG ജയനാഥിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിൽ SP ജയശങ്കർ, DYSP ജലീൽ എന്നിവരുമുണ്ട്. കൂടുതൽ പേരെ സംഘത്തിൽ ഉൾപ്പെടുത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ വോട്ടർ ID കാർഡ് നിർമ്മിച്ചതിനെതിരെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ നൽകിയ പരാതി നേരത്തെ തിരുവനന്തപുരം സിറ്റി DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ സംസ്ഥാന വ്യാപകമായി കാർഡുകൾ നിർമ്മിച്ചതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ശക്തമാക്കുന്നതിനും സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും തീരുമാനിച്ചത്. ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് DCP ക്രമസമാധാന വിഭാഗം ADGPക്ക് കത്ത് നൽകിയിരുന്നു. യൂത്ത് കോൺഗ്രസിന് പുറമെ കോൺഗ്രസിനും സംസ്ഥാനത്തിനും നാണക്കേടുണ്ടാക്കിയ വ്യാജ ID കാർഡ് ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പിനെതിരെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പരാതിപ്പെട്ടിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വോട്ടുകൾ വാങ്ങിയതിനു പുറമെയാണ് വ്യാജ ID ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് കള്ളവോട്ട് ചെയ്തതായി ആക്ഷേപമുയർന്നത്. സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ വോട്ടുകളുടെ ബലത്തിലാണ് ഭൂരിപക്ഷം ഉണ്ടാക്കിയതെന്നും ആരോപിച്ചിരുന്നു. അതേസമയം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ പരാതിയിലടക്കം എടുത്ത കേസുകൾ മ്യൂസിയം പോലീസ് അന്വേഷിക്കും. കേസിൽ നിലവിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കളടക്കം 5 പേരെയാണ് അറസ്റ്റിലായത്. വ്യാജ കാർഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച CR കാർഡ് മൊബൈൽ ആപ്പ് നിർമ്മിച്ച സംഘത്തിലെ മുഖ്യ കണ്ണിയായ രാകേഷ് കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെയും പോലീസ് കേസിൽ ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.